ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നൊരു ലോങ് വീഡിയോ ചെയ്യാൻ വിചാരിച്ച് കുറേ നാളായി ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അതായത് ഞാൻ യൂട്യൂബ് 2 വർഷം മുന്നേ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. അന്നേരമൊക്കെ ഞാൻ ലോങ് വീഡിയോ ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ യൂട്യൂബ് അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. ഒരു വർഷത്തേക്ക് ഞാനങ്ങ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഇപ്പം പിന്നെയാണ് ഞാനിപ്പം ലോങ് വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ ഇതാ റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഉള്ള ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. അപ്പം ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താവേ. അതിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ ലോങ് വീഡിയോ എടുത്തത് തന്നെ. എൻ്റെ പേര് നാൻസി നെപ്പോളിയൻ. ഞങ്ങൾ കൊല്ലത്താണ് താമസിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ഞാനും ഹസ്ബൻഡ് പപ്പായും പിന്നെ മോനുമാണേ ഉള്ളത്. മോനിപ്പോൾ 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഹസ്ബൻഡ് നാട്ടിൽ തന്നെ ഡ്രൈവിങ്ങും പെയിൻറ്റിങ്ങും അങ്ങനെയുള്ള ജോലിയൊക്കെ ആയിട്ട് പോകുന്നു. പിന്നെ ഹസ്ബൻഡിൻ്റെ പപ്പയെന്ന് പറയുമ്പോൾ ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളാണ്. അതായത് കായലിൽ മീൻ പിടിക്കാൻ പോകുന്ന ജോലിയാണ്. പിന്നെ എൻ്റെ വീട്ടിൽ എനിക്ക് പപ്പ, അമ്മ, പിന്നെ സഹോദരങ്ങളായിട്ട് 2 ചേച്ചിമാർ മാരീഡാണ്. അവരും സെറ്റിൽഡ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ എന്നെക്കുറിച്ച് പറയാം. എൻ്റെ ഒരു +2 കഴിഞ്ഞപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞാണ്. അതായത് +2 കഴിഞ്ഞ് ഒരു 4 മാസം കഴിഞ്ഞപ്പം കല്യാണം കഴിഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ ഡിഗ്രിയൊക്കെ ചെയ്തത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്ന്. എൻ്റെ ഹസ്ബൻഡാണ് ഡിഗ്രിയൊക്കെ വിട്ടതും പഠിപ്പിച്ചതും എല്ലാം. അങ്ങനെ ഡിഗ്രി ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പ്രഗ്നൻ്റായി. പിന്നെ എനിക്ക് പോയി പഠിക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ഡിസ്റ്റൻ്റായിട്ട് പഠിച്ചങ്ങ് എക്സാം എഴുതി. ഞാൻ ഡിഗ്രി പാസ് ഔട്ടായി. 2019 ഡിഗ്രി പാസ് ഔട്ടായി. പിന്നെ ഞാൻ വിചാരിച്ചു മോനൊരു 2 വയസ്സൊക്കെ ആയിട്ട് നമുക്കൊന്ന് പുറത്ത് പോയി ജോലിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. 2 വർഷത്തെ ഇയർ ഗ്യാപ്പേ വരുത്തുള്ളൂ എന്നുള്ളൊരിതിൽ ഞാൻ 2 വർഷം കുഞ്ഞിൻ്റെ കൂടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെ മോനെ നോക്കി വീട്ടിൽ അങ്ങനെ ട്രിപ്പായി. പിന്നെയാണ് നമുക്ക് കൊറോണയൊക്കെ വരുന്നത്. 2019 കഴിഞ്ഞപ്പോഴത്തേക്ക് കൊറോണയായി. അങ്ങനെ കൊറോണയും കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിൽ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് ക്യാൻസറായി. അപ്പം വേറെ ആരും ഇല്ല നോക്കാൻ, ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ പിന്നെ അമ്മയെ നോക്കി 1.5 വർഷം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓരോരോ കോഴ്സ് ചെയ്യുന്നുണ്ട്. ചെറിയ കമ്പ്യൂട്ടർ കോഴ്സുകളും DCFM അങ്ങനെയുള്ള കോഴ്സൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ അമ്മ അങ്ങ് മരണപ്പെട്ടു പോയി. പിന്നെയാണ് ഞാൻ യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഞാനത് നിർത്തി വെച്ച്. എനിക്ക് അത്രയ്ക്ക് റീച്ചൊന്നും ഇല്ലാത്തത് കാരണം ഞാനങ്ങ് നിർത്തി വെച്ചായിരുന്നു. പിന്നെ ഞാൻ വേറൊരു കോഴ്സ് ചെയ്തു. അത് എൻ്റെ ഒരു റിലേറ്റീവ് വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ ചെയ്തൊരു കോഴ്സാണ്. അങ്ങനെ ഞാൻ പിന്നെ ജോലിക്കൊക്കെ കയറി. ഒരു ഡെൻ്റൽ അസിസ്റ്റൻ്റായിട്ട് ഇവിടെ ഒരു വലിയൊരു ഹോസ്പിറ്റലിൽ ഞാൻ കയറി. അതും എനിക്കൊരു 5 മാസമേ പോകാൻ പറ്റിയിട്ടുള്ളൂ. കാരണം വീട്ടിൽ മോൻ്റെ കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ അതും അങ്ങ് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ അങ്ങ് റീസ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ എനിക്ക് പുറത്ത് പോയി ജോലി ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടേ ഇല്ല. ഞാൻ മാക്സിമം ഒരു 6 മാസമാണ് പുറത്ത് പോയി ജോലി ചെയ്തിട്ടുള്ളത്. ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങളെന്ന് പറയാൻ വേണ്ടി. ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ തന്നെയാണ് ജനിച്ച് വളർന്നതും എല്ലാം. എൻ്റെ പപ്പായും മത്സ്യത്തൊഴിലാളി തന്നെയായിരുന്നു. അതിൻ്റെ കൂടെ ഞങ്ങൾ 3 പെൺപിള്ളേരുമായിരുന്നേ. ഞങ്ങൾ 3 പെൺപിള്ളേരായതിൽ എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും യാതൊരു പരാതി ഇതുവരെ പറഞ്ഞ് കേട്ടിട്ടില്ല. ഒരു പ്രശ്നമേ അവർക്കായിരുന്നില്ല. അങ്ങനെ അതുകൊണ്ട് എനിക്ക് ഒരു ജോലി അത്യാവശ്യമാണെന്ന് നമുക്കറിയാമല്ലോ. നമുക്കൊരു ജോലി അത്യാവശ്യമാണ്. നമ്മുടെ നീഡ്സ് എല്ലാം നടക്കണം, അത്യാവശ്യമാണ്. അതാണ് ഞാൻ പിന്നെ യൂട്യൂബ് ചാനൽ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം ഞാൻ എൻ്റെ PG ചെയ്യുന്നുണ്ട്. അതും ഡിസ്റ്റൻ്റായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഈ യൂട്യൂബ് ചാനലിലൂടെ കൊണ്ടുപോകുമ്പോഴത്തേക്കും എനിക്കൊരു ഏർണിങ്സ് ആവുന്നുള്ള രീതിയിലാണ് ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാവരും എൻ്റെ കൂടെ തന്നെ കട്ടയ്ക്ക് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.